കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, വൈറ്റമിനുകളായ എ, സി, നിയാസിൻ, തയാമിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് കൂവ. ഇതിൽ അടങ്ങിയിരിക്കുന്ന അന്നജം വയറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. പെട്ടെന്ന് ദഹനം നടക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലാംശം വീണ്ടെടുക്കുവാൻ കൂവപ്പൊടി ആട്ടിൻപാലിൽ ചേർത്ത് നൽകാറുണ്ട്. കുട്ടികൾക്ക് വയറ് സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ കൂവപ്പൊടി വെള്ളത്തിലോ പാലിലോ തിളപ്പിച്ച് നൽകിയാൽ അസുഖം വേഗം സുഖപ്പെടുന്നതായി കാണാം. അപ്പോൾ ഇത് കുറച്ച് 1 കിലോ കടയിൽ നിന്ന് വാങ്ങിയതും ബാക്കി വീട്ടിൽ ഉണ്ടായതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, കാരണം പൊടി കുറവാണ്, അധികം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം പറിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മണ്ണൊക്കെ ഉണ്ട്, കടയിൽ നിന്ന് വന്ന പാടെ ഞാൻ കവർന്നുകൊണ്ട് കൊട്ടിയപ്പം അതിലത്തെ മണ്ണൊക്കെ അവിടെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നല്ല വൃത്തിയായി കഴുകിയെടുക്കണം കേട്ടോ. കൂവപ്പൊടി ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയാം, പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് ഞാൻ കരുതിയിട്ടാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ വീഡിയോ എടുത്തു വെച്ച് കുറേ ദിവസമായി, അറിയാലോ, തിരുവാതിരയുടെ തലേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസമാണ് ഞാൻ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. നമുക്കധികം ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് കുറേ ഇല്ല. തിരുവാതിരയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം 2 പ്രാവശ്യം കൂവപ്പായസം ഉണ്ടാക്കാനുള്ള കൂവ മാത്രമേ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റത് കുറച്ച് പൊടി കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട് പാത്രത്തിലൊക്കെ ആയിട്ട്, പക്ഷെ അതിന് മാത്രം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത് അധികം നമ്മൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ഉണങ്ങേണ്ട ആവശ്യമുള്ളൂ പൊടി. അപ്പോൾ അത് തലേ ദിവസം കുറേ ദിവസമായി കൊടുന്നിച്ചിട്ട് തലേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി കൊടുന്ന് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സിയിൽ അടിക്കണമെങ്കിൽ ഇങ്ങനെ അരിയണം, അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കുറവാവും, അല്ലെങ്കിൽ അത് പൊട്ടും. പല കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലൊരു തുള്ളി വെള്ളം ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ട് അരച്ചെടുക്കണത്. അപ്പോൾ ഞാൻ ഒരു 3-4 തവണയായിട്ടാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ. ഫുള്ളായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നൈസായി അരഞ്ഞിട്ടുണ്ട്. ഒരു 2-3 വട്ടം ഒന്ന് തിരിക്കുമ്പോഴേക്കും ഇത് നല്ല നൈസായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ചിലത് അരഞ്ഞിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതാ ഞാൻ മൊത്തം അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതാക്കിയിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുതിയൊരു തോർത്തും കൊണ്ടുണ്ട്. ഞാൻ സാധാരണ വലിയ അരിപ്പുണ്ട്, ആ അരിപ്പയിലാണ് അരിച്ചെടുക്കൽ. അപ്പോൾ അത് ഇത്തിരി സമയം കൂടുതലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തോർത്തും കൊണ്ട് എടുക്കാൻ നിന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം വേറെ നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈ കൂവ നമുക്ക് കൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കാമെന്നറിയാലോ. മൂത്രച്ചൂടിന് നമ്മൾ കലക്കി കുടിക്കലുണ്ട്. പിന്നെ കോളറ, വയറിളക്കം, ഈ അസുഖങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടായാൽ പെട്ടെന്ന് ഇത് കലക്കി കൊടുത്താൽ നല്ലതാണെന്ന് അറിയാം. അത് എന്താ പറയുക, ക്ഷീണം കുറയ്ക്കും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു ഇതാണ്. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് ഇത് പുഴുങ്ങി കഴിക്കാൻ പറ്റും എന്നൊക്കെ പറയാം കേട്ടോ, പറയുന്നത് കേൾക്കലുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്കിലൊക്കെ. അപ്പോൾ ഈ തോർത്തുമുണ്ട് ഞാൻ എടുക്കാതെ വെക്കണതാണ് കേട്ടോ. ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ പിഴിയണ ഇതിലാണ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിതിൽ ഒഴിച്ചപ്പോൾ കണ്ടോ, ഇതിൽ പിഴിയുമ്പോൾ വെറും വെള്ളം മാത്രമേ പോരുന്നുള്ളൂ കേട്ടോ. അതായത് നമുക്ക് പൊടിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതാണ്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, തുള്ളിയാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ട് തോർത്തുമുണ്ടിൽ തന്നെയാണ് പകരം പിഴിയാതെ ഇത് സ്പൂണ് വെച്ചിങ്ങനെ നല്ലോണം പൊടി അങ്ങോട്ട് കിട്ടണ വരെ എടുത്തു. ഇങ്ങനെയാകുമ്പോൾ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടി അടിയിൽ നല്ലോണം അടിയുന്നുണ്ട് പോയിട്ട്. അപ്പോൾ ഈ വെള്ള കളറ് നമുക്ക് കൂവ അടിയിൽ വെള്ള കളറിൽ തന്നെ ഉണ്ടാവുക. ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയെന്നുള്ളൂ. അത് നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം കളയുമല്ലോ, അപ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ കണ്ടില്ലേ, കൂവപ്പൊടി അടിയിൽ പോയി ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് കഴിയുമ്പോഴേക്കൊക്കെ കുറച്ച് കിട്ടുന്നതാണ് എൻ്റെ ഒരു വിചാരം. ഇത്ര കുറച്ചായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സാക്കി നമ്മൾ ഇത്തിരിയും കൂടി വെള്ളമൊക്കെ പാർന്നിട്ട്
അങ്ങനെ അടച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പൊടി വാരിയെടുത്തിട്ട് ഉണങ്ങാൻ വെക്കുന്നത്. സ്പൂണിൽ കോരിയെടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിലാട്ടോ ഈ കൂവപ്പൊടി ഉണ്ടാക്കലൊക്കെ. മുന്നേ കാലത്ത് എന്നല്ല, ഞങ്ങൾക്ക് ഒരുപാട് വയസ്സൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചെറുപ്പകാലത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. തറവാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാക്കണ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കണ കാണാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ കൂട്ടിയിരുന്ന് അങ്ങനെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന രീതിക്കാണോ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. കാരണം എന്താ പറയുക, നമ്മൾ കുറേ കാലമായില്ലേ അതൊക്കെ കണ്ടിട്ട്. പിന്നെ അത് ഒന്നാമത്തെ പ്രാവശ്യം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. വേറെ വെള്ളം ഒഴിക്കുകയാണ്. എല്ലാം നല്ല വെള്ളം തന്നെയാണ്. ആ കൂവൻ്റെ കളറിൻ്റെ കാരണം വേറെ തോന്നുകയാണ്, കളർ മാറി തോന്നുകയാണ്. കറയവും കൂവയുടെ അല്ലേ. അപ്പോൾ കണ്ടില്ലേ വെള്ളം തെളിഞ്ഞ് വരുന്നുണ്ടല്ലേ, നമ്മൾ വെള്ളം മാറ്റി ഒഴിക്കും തോറും. അപ്പോൾ ഞാനത് വെള്ളത്തിൽ നിന്ന് എന്നിട്ട് എടുത്ത് വേണ്ടോ കുറച്ചെടുത്തിട്ട് പിന്നെ ആദ്യം അത് ഊറി വരാൻ കാത്തു നിന്നിട്ട് ഒന്ന് വെയിലത്തൊക്കെ വെച്ച് പിന്നെയും വെളുത്ത പൊടിയെടുത്ത് അങ്ങനെ തോർത്ത് മുണ്ടിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ഈ പിഴിഞ്ഞെടുക്കണ രീതിയൊന്നും അറിയില്ല, അങ്ങനെയൊക്കെയാണ് ചെയ്താറെന്ന് തോന്നുന്നുണ്ട്. ഓർമ്മയില്ല, കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മയില്ല. അതാ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അത്യാവശ്യം പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ലോണം ഉണങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ തരത്തിനുള്ള ഉണക്കം കിട്ടിയിട്ടുണ്ട്. 2 തവണയ്ക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഒരു തുള്ളി ഞാൻ എടുത്തേക്കും ചെയ്യിച്ചിട്ടോ. അത് ഞാനവിടെ ഉണക്കും. നല്ലോണം ഉണക്കി ഒരു ചെറിയ എളുക്കിനായിട്ട് എടുത്തേക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്.